എല്ലാവർക്കും അമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. കണ്ടോ, ഇന്നുണ്ടാക്കാൻ പോകുന്ന ഒരു കേക്കാണ്. അതിനായിട്ട് ഞാനിതാ ഒരു സ്റ്റീൽ ഗ്ലാസ്, ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിന് വടിച്ചൊരു ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതിന് പകുതി നമുക്ക് പൊടിക്കാം, പകുതി നമുക്ക് മെൽറ്റാക്കി എടുക്കുകയും ചെയ്യാം. പൊടിക്കാനുള്ളത് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. ഇതിലോട്ട് ഒരു 2 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയാണ്, അത് ഞാൻ ഞുറുക്കിയാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഒരു 2 ഏലക്ക, അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ കുരു മാത്രം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതാ പൊടിച്ച് കഴിഞ്ഞു, അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പഞ്ചസാര മെൽറ്റാക്കി എടുക്കാം. അതിനായിട്ട് ഒരു അലുമിനിയം പാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത്. അടുപ്പിൽ വെച്ച ലോ ഫ്ലെയിമിൽ തന്നെ അതിത് ഉരുക്കി തുടങ്ങിയിട്ടുണ്ട്. ഇതുണ്ടോ, ഇനി ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു ഡാർക്ക് കളറായി വന്ന് കഴിയുമ്പോൾ ഇതാ കളറൊക്കെ മാറി നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ നമുക്കിനി നമ്മളായി എടുത്ത ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതാ നല്ല കളറായിട്ടുണ്ട്, എന്നാൽ കരിഞ്ഞു പോകരുത്, ആ വിധത്തിലായിരിക്കണം. ഇതാ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അത് കട്ടയാകും, അത് കുഴപ്പമില്ല. അതിന് തിളച്ച് വന്ന് കഴിയുമ്പോൾ അതെല്ലാം ഉരുകി നല്ല മെൽറ്റായിട്ട് വന്നോളും. അങ്ങനെ ആ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടും തിളച്ച് പാകത്തിനൊന്ന് വറ്റി വരണം. ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു 1/2 സ്പൂണ് ഗ്രാമ്പൂ പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് കറുത്ത മുന്തിരി, കുറച്ച് ടൂട്ടി ബൂട്ടി, കുറച്ച് ബദാം, ഇതെല്ലാം കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതെല്ലാം ഒന്ന് പാകത്തിനൊന്ന് വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് വാങ്ങി വെക്കാം. തിളച്ചിട്ടുണ്ട്, തീരെ പറ്റണ്ട. ഈ പരുവാകുമ്പോൾ വാങ്ങി നന്നായിട്ടും തണുക്കാനായിട്ട് നമുക്ക് വെക്കാം. ആ അടുപ്പയിലോട്ട് തന്നെ ഞാനൊരു കുക്കറാണ് വെച്ചിരിക്കുന്നത്. അതിനകത്ത് ഞാനൊരു വളയം വെച്ചിട്ട് ഒരു ചെറിയൊരു പ്ലേറ്റും കൂടെ വെച്ചു. അതവിടെ ഇരുന്ന് ചൂടാകട്ടെ. ആ സമയത്ത് നമുക്കിനി നമ്മുടെ ബാക്കി ചേരുവകൾ തയ്യാറാക്കിയെടുക്കാം. നമ്മൾ ആ എടുത്ത ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് മൈദപ്പൊടി, അതും വടിച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ഒരു 3/4 സ്പൂണ് ബേക്കിംഗ് പൗഡർ, ഒരു 1/4 സ്പൂണ് ബേക്കിംഗ് സോഡ, ഒരു നുള്ള ഉപ്പ്, ഇത്ര ഇട്ടിട്ട് ഒരു 3 പ്രാവശ്യം ഞാൻ അരിക്കുന്നു. ഈ 2 മുട്ട എടുത്ത് നമുക്കൊരു ജാറിൽ ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം. അതിലോട്ടൊരു ചെറിയ സ്പൂണിന് 1 സ്പൂണ് വാനില എസൻസും കൂടെയാണ് ഒഴിച്ചത്. അത് ഞാനൊരു 10 സെക്കൻഡ് അടിച്ചു. അതിനുശേഷം പൊടിച്ചു വെച്ച പഞ്ചസാര ഇട്ട് അത് ഞാനൊരു 10 സെക്കൻഡ് അടിച്ചെടുത്തു. ഇനി ഒരു 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിലാണ്, അതും കൂടെ ഇട്ട് നന്നായിട്ട് അടിച്ച് പതിപ്പിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മെൽറ്റാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പഞ്ചസാര ലൈനിക്കകത്തോട്ട് നമുക്ക് അടിച്ചെടുത്ത കൂട്ട് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നന്നായിട്ടും അടിച്ച് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ കൂട്ടുകാരെ. ഇതിനു മുമ്പ് ഞാൻ ഇന്ന് വരെ കേക്ക് ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് കുറച്ചൊക്കെ പാകപ്പിഴകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞ് എനിക്ക് തരണം. എല്ലാവരും കേക്ക് ഉണ്ടാക്കുമ്പം എനിക്ക് ഒരാഗ്രഹം, ഒരു കേക്ക് ഉണ്ടാക്കണമെന്ന്. നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മൈദപ്പൊടി കുറേശ്ശെ ഇട്ട് അത് നമുക്ക് യോജിപ്പിക്കാം. ഇതിനകത്ത് അണ്ടിപ്പരിപ്പും നട്ട്സും ഒക്കെ എത്ര ഇട്ടാലും നല്ലതാണ്. കാരണം നമ്മളത് കഴിക്കുമ്പം ഇങ്ങനെ കടിച്ച് കിട്ടുമ്പം അതൊരു രസമല്ലേ.
അപ്പം കേക്ക് ഇത് പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോഴാണ് ഇങ്ങനെ ഏറ്റവും കൂടുതൽ നമ്മൾ നട്ട്സുകളൊക്കെ ഇടാറുള്ളത്. ഈ പരുവത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യമായിട്ടല്ലേ ഉണ്ടാക്കുന്നത്, ശരിയാകും എന്നുള്ള പ്രതീക്ഷയോടെ അങ്ങനെ ചെയ്യുവാണ്. ഒരു ചരുവാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതിൽ എണ്ണ പുരട്ടുവാണ്. ഇനി അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് നമുക്കത് തട്ടി എല്ലാം എടുക്കാം. ബട്ടർ പേപ്പറൊന്നും വെച്ചിക്കുന്നില്ല, ബട്ടർ പേപ്പർ എൻ്റെ കയ്യിലില്ലതാനും, അതുകൊണ്ടാണ് ഇനി ഞാൻ നമ്മൾ കൂട്ടി വെച്ച നമ്മുടെ കേക്കിൻ്റെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനകത്തുള്ള ബബിൾസ് പോകുന്നതിന് വേണ്ടി ഞാൻ ഒരു ഈർക്കിളി കൊണ്ടാണ് അതൊന്ന് ചുറ്റിയിട്ട് നമുക്കതൊന്ന് പയ്യെടുത്ത് തട്ടിയിട്ട് നമ്മുടെ പാത്രത്തിൽ വെച്ച് വേവിച്ചെടുക്കാം. ഞാൻ ആ കുക്കറിനകത്തേക്ക് വച്ചിട്ടുണ്ട്. വച്ചതിന് ശേഷമാണ് ഞാൻ മുന്തിരിയും അണ്ടിപ്പരിപ്പും അതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാനിട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഒരു 45 മിനിറ്റ് കഴിഞ്ഞ് വെച്ചിട്ടാണ് ഞാനിതെടുത്തത്. നല്ല പൊങ്ങി നന്നായിട്ടും വന്നിട്ടുണ്ട്, പക്ഷെ പുറമേ ഒരിത്തിരി ഒരു വിണ്ടതുപോലെ ഒരു നടുവ് ലേശം കുഴിഞ്ഞിട്ടുമുണ്ട്. എന്താണ് അതിൻ്റെ കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് നിങ്ങളതൊന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം. നല്ല സോഫ്റ്റായ നല്ല കേക്കാണ് അതിന് ഒരു കുഴപ്പമൊന്നും വന്നിട്ടില്ല. നമുക്ക് പാത്രത്തിൽ നിന്ന് എടുക്കാം. ഇത്തിരി സമയം 45 മിനിറ്റാണ് ഞാൻ വെച്ചത്. മീഡിയം ഫ്ലെയിമിലുമാണ് വെച്ചത്. ആ സമയം കഴിഞ്ഞാണ് ഞാൻ തുറന്നെടുക്കുന്നത്. അന്നേരം ഇത്രയായി, പക്ഷെ കരിഞ്ഞിട്ടൊന്നുമില്ല. ഇത്തിരി നടുവ് കണ്ടോ, ഒരു ലേശം ഒരു കുഴിവ് വന്നിട്ടുണ്ട്. മുറിച്ച് നോക്കാം, നമുക്ക് എങ്ങനെയുണ്ടെന്നറിയാമല്ലോ. നല്ലപോലെ പൊങ്ങി നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിനൊന്നും ഒരു കുഴപ്പം വന്നിട്ടില്ല. നോക്കട്ടെ മുറിച്ച് എങ്ങനെ വന്നിട്ടുണ്ടെന്ന്. നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്, ഒരു പ്രശ്നവുമില്ല. നല്ല മയമുണ്ട്, നല്ല കേക്കാണ്. കണ്ടോ, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട്, ഞാൻ ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.